ന്യൂസിലാൻഡ് ലോകത്തില് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. അഴിമതിയില്ലാത്ത, ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ, കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, സൂര്യപ്രകാശം ഏറ്റവും തൊട്ടടുത്ത് കിട്ടുന്ന ഒരു രാജ്യം. നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് 15 റീസൺസ് വൈ ന്യൂസിലാൻഡ് ഈസ് ദ ബെസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. അപ്പോൾ നമുക്ക് തുടർന്ന് കാണാം. എല്ലാവർക്കും വെൽക്കം ടു എഡ്യൂറ്റേറ്റ്സ്. അപ്പൊ നമുക്ക് 15ാമത്തെ റീസണിൽ നിന്ന് തുടങ്ങാം. ദ ലാസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നാച്ചുറൽ ബ്യൂട്ടിയാണ്. ന്യൂസിലൻഡ് ശരിക്കും ഫേമസ് ആയിരിക്കുന്നത് സ്റ്റണ്ണിങ് ബ്യൂട്ടിയിലാണ്. നാരോ ഐലൻഡ് ആണ്. ശരിക്കും കാണാൻ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ 14 റീസൺ ക്ലൈമറ്റ്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് അമേസിങ് ക്ലൈമറ്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തിലൊക്കെയാണ് ഈ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റും, സൗത്തിൽ ഒരു മാക്സിമം വിന്റർ ഒരു -10 വരെ പോകും. പക്ഷേ എങ്കിലും നല്ലൊരു വെതറാണ്. ശരിക്കും ആ, ആളുകൾക്ക് എല്ലാ തരത്തിലും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു വെതറാണ്. ഒരുപാട് ഒരു തണുപ്പിലേക്ക് പോകാറില്ല. ഇപ്പോൾ നോർത്തിലൊക്കെ ആണെങ്കിൽ ശരിക്കും ആ, നമുക്ക് നമ്മൾ ശരിക്കും നമ്മുടെ ഒരു രാജ്യത്തെ പോലെ തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കും ക്ലൈമറ്റ് വൈസ് നോക്കുമ്പോൾ ന്യൂസിലാൻഡിൽ. അടുത്ത റീസൺ എന്ന് പറയുന്നത് ലോ പോപ്പുലേഷൻ ആൻഡ് ഡെൻസിറ്റി ആണ്. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ന്യൂസിലാൻഡിൽ പോപ്പുലേഷൻ വളരെ കുറവാണ്. 2025 കണക്കനുസരിച്ച് 5.25 മില്യൺ പോപ്പുലേഷൻ ആണ്. ഇതിനു മുമ്പ് 5.1 ആയിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തത് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. ശരിക്കും ന്യൂസിലാൻഡ് കൾച്ചർ ബേസിൽ ഒരുപാട് മുൻപന്തിയിലാണ്. ന്യൂസിലാൻഡിൽ മൗറി കൾച്ചർ ഉണ്ട്. കാരണം ഇവരാണ് ആദ്യം ഇവിടെ ഉണ്ടായത്. മൗറി കൾച്ചറിന്റെ സയൻസും സിമ്പിളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അടുത്തത് എന്ന് പറയുന്നത് ഹൊബിറ്റൺ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഹൊബിറ്റൺ വിസിറ്റ് ചെയ്യണം. അതുപോലെ ബ്യൂട്ടിഫുൾ ആണ്. ശരിക്കും ഒരു മൂവി അവിടെ സെറ്റ് ചെയ്തിരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ആ മൂവിയുടെ ആ ഒരു ഡയറക്ടറിന്റെ പേര് എന്ന് പറയുന്നത് ശരിക്കും പീറ്റർ ജാക്സൺ എന്ന് പറയുന്ന ആളാണ്. ആ ഒരു ഏരിയ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത് നമുക്ക് ശരിക്കും കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഒരിക്കലെങ്കിലും അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തത് എന്ന് പറയുന്നത് 10ാമത്തെ റീസൺ ഐസൊലേഷൻ. നിങ്ങൾ ഓർക്കും എന്താണ് ഈ ഐസൊലേഷൻ എന്ന്? കാരണം ന്യൂസിലൻഡിന് അധികം അയൽരാജ്യക്കാരൊന്നും തന്നെ ഇല്ല. ന്യൂസിലൻഡിന്റെ ചേട്ടൻ എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയയാണ് തൊട്ടടുത്തുള്ളത്. പിന്നീടുള്ള അയൽക്കാരൻ എന്ന് പറയുന്നത് ഫിജിയാണ്. അത് വെച്ച് കാരണം നമ്മുടെ ഇന്ത്യയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരുപാട് അയൽ രാജ്യങ്ങളുണ്ട്. പക്ഷെ ന്യൂസിലൻഡ് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്ത 9ാമത്തെ റീസൺ ബീച്ചസ്. ന്യൂസിലാൻഡിൽ ഒരുപാട് ബീച്ചുകളുണ്ട്. നമുക്ക് ശരിക്കും ഈ കടൽ തീരങ്ങളും അതുപോലെ തന്നെ ബീച്ചുകളിലൊക്കെ എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ന്യൂസിലാൻഡ് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണെന്ന് പറയാം. നിങ്ങൾ നോക്കി ഒരുപാട് ബീച്ചസ് ഉണ്ട് ഇവിടെ. അതുപോലെ ഭൂപ്രകൃതി തന്നെ അങ്ങനെയാണ്. കാരണം ഒരുപാട് കൂടുതലും കോസ്റ്റൽ റീജിയൻസ് തന്നെയാണ് കാണാൻ സാധിക്കുക. പിന്നെ 8ാമത്തത് ലിവബിൾ സിറ്റീസ്. ഇവിടുത്തെ മെയിൻ സിറ്റി എന്നൊക്കെ പറയുന്നത് ശരിക്കും ഓക്ലൻഡ്, വെല്ലിംഗ്ടൺ ഒക്കെയാണ്. ശരിക്കും സ്റ്റഡി ചെയ്യാനും അതുപോലെ ജോലി ചെയ്യാനും ഒക്കെ പറ്റിയ നല്ല സിറ്റിയാണ് വെല്ലിംഗ്ടൺ അല്ലെങ്കിൽ ഓക്ലൻഡ് എന്നൊക്കെ പറയുന്നത്. അടുത്ത 7ാമത്തെ റീസൺ ലോ കറപ്ഷൻ. ശരിക്കും കൈക്കൂലിയൊക്കെ വളരെ കുറഞ്ഞ, കറപ്ഷനൊക്കെ വളരെ കുറഞ്ഞ, ശാന്തവും സുന്ദരവുമായ ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ്. 6ാമത്തെ റീസൺ ലോഡ്സ് ടു ഡു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ്. ശരിക്കും സ്കൂബ ഡൈവിങ്, സ്കൈയിങ്, ബോട്ടിങ്, അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ നമുക്ക് ന്യൂസിലാൻഡിൽ വന്നാൽ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു ബോട്ടിങ്ങിൻ്റെ ആണ്. ഇതൊരു ഡക്ക് ടൂറാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഗൊണ്ടോല, ലൂജ്, അതുപോലെ തന്നെ സ്കൈയിങ്, ഡൈവിങ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ന്യൂസിലാൻഡിൽ ഇപ്പം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു തിരക്കൊക്കെ മാറ്റി കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ട്രക്കിങ്, സ്കൈയിങ്, അതുപോലെ സ്കൂബ ഡൈവിങ്, ലൂജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളൊരു സമയം മാറ്റി വെക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫാമിലിക്കൊക്കെ ആണെങ്കിലും ഒരുപാട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന വളരെ മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ്. അടുത്ത 5ാമത്തെ റീസൺ ക്യൂൻസ് ടൗൺ. പേര് പോലെ തന്നെ ന്യൂസിലാൻഡിന്റെ ക്യൂൺ തന്നെയാണ് കേട്ടോ ഈ ക്യൂൻസ് ടൗൺ. നോക്കിക്കേ,
ആ ഒരു മലനിരകളാലും ആ ഒരു വെള്ളത്താലും ഒക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ക്യൂൻസ് ടൗൺ കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. ശരിക്കും ഇവിടുത്തെ സ്പ്രിങ്, സമ്മർ, അതുപോലെ ഓട്ടം, വിന്റർ ഒക്കെ ശരിക്കും ഒരുപാട് ടൂറിസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ ക്യൂൻസ് ടൗണും ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ന്യൂസിലാൻഡിൽ ശരിക്കും വിസിറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അടുത്ത റീസൺ സോഷ്യൽ പർപ്പസ്. ഈ സോഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ലൈഫിന് ശരിക്കും പറ്റുന്ന ഏറ്റവും നല്ലൊരു രാജ്യം തന്നെയാണ് ന്യൂസിലാൻഡ്. അടുത്ത റീസൺ എപ്പിക് റോഡ് ട്രിപ്സ്. അതായത് റോഡിലൂടെയുള്ള യാത്രകൾക്ക് വളരെ നല്ലൊരു രാജ്യമാണ് ന്യൂസിലാൻഡ്. നല്ല റോഡുകളാണ്, അതുപോലെ കാണാൻ നല്ല ഭംഗിയാണ്. ഡ്രൈവിംഗ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിക്കും ന്യൂസിലാൻഡിലെ റോഡുകളിൽ കൂടി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കേ, ആ ആ ഒരു ആകാശമൊക്കെ തൊട്ടടുത്ത് കണ്ടുകൊണ്ട് ആ ഒരു മോട്ടോർ വേയിലൂടെയൊക്കെയാണ് കൂടുതലും നമ്മളൊരു ട്രിപ്പിനൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും റോഡ് ട്രിപ്പ്, അതുപോലെ തന്നെ ആ ഒരു ഡ്രൈവിംഗ് ഒക്കെ ഒരു പാഷനായിട്ടും എൻജോയ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശരിക്കും ന്യൂസിലാൻഡിലൂടെയുള്ള ആ ഒരു റോഡ് യാത്രകളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഗൂഗിൾ മാപ്പിന്റെ ഹെൽപ്പ് ഉണ്ട് കേട്ടോ. എവിടെ പോകണമെങ്കിലും ശരിക്കും ഗൂഗിൾ മാപ്പ് വളരെ കറക്റ്റാണ്. ഈവൻ ട്രാഫിക്, എല്ലാ കാര്യങ്ങളും ഗൂഗിൾ മാപ്പിലൂടെ നമുക്ക് അസിസ്റ്റൻസ് കിട്ടും. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ, അതായത് ഇപ്പോൾ എവിടെയെങ്കിലും പോകാനായിട്ട് നമുക്ക് ലൊക്കേഷൻ മാത്രം മതി. ശരിക്കും നല്ല രീതിയിൽ ആ യാത്ര എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ പോകാൻ സാധിക്കും. സെക്കൻഡ് റീസൺ ചിൽഡ് വൈബ്. ന്യൂസിലാൻഡില് യാത്രകൾക്ക്, ജീവിതത്തിന്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ലൊരു വൈബാണുള്ളത്. ശരിക്കും ആ, ലോകത്തിലെ സുന്ദരമായ ഒരു രാജ്യത്ത് നമുക്ക് ശരിക്കും ഒരു നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനും, അതുപോലെ സമാധാനത്തോടു കൂടി ഫാമിലിയോട് കൂടി എന്റർടൈൻ ചെയ്ത് നല്ല രീതിയിൽ പോകാനായിട്ട്, അതുപോലെ കണ്ണിന് കുളിർമയും മനസ്സിന് കുളിർമയും ഒക്കെ കിട്ടുന്ന ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ്. ശരിക്കും നമ്മുടെ നമ്മൾ ആ കാഴ്ചകളിൽ കൂടി തന്നെ നമ്മുടെ കണ്ണിലേക്ക് ആ ഒരു പച്ചപ്പും, അതുപോലെ തന്നെ ആ ഒരു ആ, വെള്ളത്തിന്റെ ആ ഒരു ആ, ഉണർവും ഒക്കെ നമ്മളിലേക്ക് ന്യൂസിലാൻഡിൽ എത്താൻ സാധിക്കും. അതുപോലെ ചെറിയ ബോട്ട് യാത്രകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ബോറടിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ന്യൂസിലാൻഡിലൂടെ ഒരു യാത്ര ചെയ്താൽ മതി. അടുത്ത ബെസ്റ്റ് റീസൺ എന്ന് പറയുന്നത് സർവൈവബിലിറ്റി ആണ്. ശരിക്കും ന്യൂസിലാൻഡ് മറ്റുള്ളവരുടെ മുമ്പിൽ സർവൈവ് ചെയ്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. സർവൈവ് ചെയ്യുന്ന കാര്യത്തിൽ ന്യൂസിലാൻഡ് നമ്പർ 1 ആണ്. കോവിഡിന്റെ കാലത്തൊക്കെ ന്യൂസിലാൻഡ് വളരെ മാതൃകയായിരുന്നു. ലോകത്തിന് മുമ്പിൽ ശരിക്കും മനോഹാരിതയുടെ കാര്യത്തിലും, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള എയർ ആണ്, 100% പ്യുവർ എയർ ആണ്, പൊല്യൂഷൻ വളരെ കുറവാണ്, വയലൻസ് ഏറ്റവും കുറഞ്ഞ രാജ്യമാണ്, അതുപോലെ തന്നെ ക്രൈം റേറ്റിൽ ഏറ്റവും കുറവായിട്ട് നിൽക്കുന്ന ഒരു രാജ്യവും ന്യൂസിലാൻഡാണ്. ശരിക്കും സ്റ്റുഡൻസിന് സ്റ്റഡി ചെയ്യാൻ വരാനും, അതുപോലെ വർക്ക് വിസ, ജോലിക്ക് വരാനും, ഫാമിലി ആയിട്ട് താമസിക്കാനും ഒക്കെ പറ്റിയ ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ്. അതുപോലെ ഒരുപാട് ലിവബിൾ സിറ്റീസ് ഉണ്ട്, നല്ലതാണ്. പക്ഷെ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ പ്രോസ് ആൻഡ് കോൺസ് ന്യൂസിലാൻഡിലും ഉണ്ട്. പക്ഷെ ഈ ദോഷങ്ങളെയൊക്കെ തന്നെ ഗുണങ്ങൾ കൊണ്ട് അതിജീവിക്കാനും, ലോകത്തിന് മുമ്പിൽ ഏറ്റവും നല്ല രാജ്യം എന്നൊരു പേര് കൊണ്ടുവരാനും ന്യൂസിലാൻഡിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.